ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു, നിങ്ങൾക്കിത് മേടിച്ചു തരണം, നിങ്ങൾക്കിത് മേടിച്ചു തരണം, നിങ്ങൾക്കിത് മേടിച്ചു തരണം. അങ്ങനെ പറഞ്ഞാണ് ഇത് മേടിച്ചത്. അപ്പൂപ്പന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൂപ്പനെ ഇങ്ങനെ പൊക്കി പറയുമ്പോഴേ അമ്മൂമ്മയും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അങ്ങനെ പ്രശ്നമുണ്ടല്ലേ? അപ്പൊ പോയി ഞാൻ ഒരു കാര്യം ചോദിച്ച അപ്പൂപ്പൻ ഉള്ള കാര്യം പറയും. അല്ല അങ്ങനെ പ്രത്യേകിച്ച് അപ്പൂപ്പ, അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഈ വീട് നമുക്ക് മേടിച്ചിരണം എന്ന് നിർബന്ധിച്ചിട്ടാണോ അപ്പൂപ്പൻ ഈ വീട് നമുക്ക് മേടിച്ചു തന്നെ? അങ്ങനെ ചോദിക്കുന്നത് അപ്പൂപ്പൻ പറ. അവിടെ അറിഞ്ഞിട്ടേല. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഓണർ ബാലന്റെ ബന്ധുവാണെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ പോയിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അമ്മൂമ്മക്കാരെ അറിഞ്ഞിട്ടേ ഇല്ല? ഞാൻ കേട്ട്. 6 മാസം മുമ്പേ ഈ വീടിന്റെ ഓണറുമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ അയാളെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി. നമ്മുടെ ആ 80 സെന്റിന് ആധാരം രജിസ്റ്റർ ആകുമ്പോഴാണ് അമ്മൂമ്മ വിവരം അറിയുന്നത്. അതെ, ഇനി ഒന്നും പറയണ്ട. ചിലപ്പോ അവൾക്ക് വല്ലതും തോന്നും. എന്തുവാ എനിക്ക് വല്ലതും തോന്നുന്നൊക്കെ പറയുന്നേ? എന്തോന്നു എന്തോ മനുഷ്യ എന്തോ പറഞ്ഞെന്ന് പറ. എനിക്ക് ഏതാണ്ട് തോന്നുന്നില്ലേ പറഞ്ഞേ? വിട്ട ഭാഗം പൂരിപ്പിച്ച്. എന്തോ പിള്ളേരെ അടക്കിച്ചിരിക്കുന്നേ? അല്ല ഭവനി, ഞാൻ പിള്ളേരോട് പറയുന്നത് നീയെ കൂടെ നിർബന്ധിച്ചിട്ടാ ഈ സ്ഥലവും വീടും കൊണ്ട് ഞാൻ നിങ്ങളുടെ പേര് വാങ്ങിക്കൊടുത്തു തന്നു.